ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമുക്കൊരു ട്രിവാൻഡ്രം സ്റ്റൈൽ വെള്ളരിക്ക പുളിശ്ശേരി ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഒരു ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെള്ളരിക്ക, ഒരു വലിയ വെള്ളരിയുടെ 1/4 പോർഷനാട്ടോ എടുത്തേക്കുന്നത്. വെള്ളരിയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാൻ ഇത്ര എടുത്തിട്ടുള്ളൂ. അതിങ്ങനെ ക്യൂബ് പീസായിട്ട് നല്ലോണം കട്ട് ചെയ്ത് വാഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം, 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇത് നല്ലോണം ഒന്ന് തിളക്കട്ടെ. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളരിയെല്ലാം അത്യാവശ്യം കുക്കായി വരണം. ഈ കളർ ഒന്ന് ഫെയ്ഡായിട്ട് വരണം, ഒരു ചെറിയൊരു ട്രാൻസ്പെറൻറ്റ് രീതിയിൽ വരണം കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കിത് കുക്ക് ചെയ്യണം. ഇതൊന്ന് കളർ ചേഞ്ചായി വരുന്ന ടൈമിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നിങ്ങളുടെ പുളിപ്പിനനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു അത്യാവശ്യം വലിയൊരു തക്കാളിയാട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതും ഒന്ന് കുക്കായി വരട്ടെ. തക്കാളിയും കൂടി കുക്കാവുന്ന ടൈമിൽ നമുക്ക് ഇതിൻ്റെ കൂട്ട് പ്രിപ്പയർ ചെയ്യാം. പുളിശ്ശേരിയുടെ കൂട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടുന്ന ഐറ്റംസാണ്: 1 പിടി തേങ്ങ, 3 ചെറിയ ഉള്ളി, 1 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, 1 അല്ലി വെളുത്തുള്ളി, 1 മതി കേട്ടോ, കുറച്ച് ജീരകം, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം നമ്മൾ നല്ലോണം അരയ്ക്കട്ടെ. അപ്പോൾ ഈ തേങ്ങയിൽ കാണുന്ന വെള്ളം എന്ന് പറയുന്നത് ഇത് ഫ്രീസറിൽ ഞാൻ ചിരകി വെച്ചിരുന്ന തേങ്ങയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്നതാട്ടോ ആ വെള്ളം. ഇതെല്ലാം കൂടി ഞാനൊരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് അരച്ച് നല്ലോണം പേസ്റ്റി ഫോമിൽ അരച്ചെടുക്കാം കേട്ടോ. അതെ, അപ്പോൾ ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ കട്ട തൈര്, ഇവിടെ ഇപ്പോൾ ഞങ്ങൾ മിൽക്കി മിസ്റ്റിൻ്റെ തൈരാട്ടോ വാങ്ങിയത്. അപ്പോൾ അതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന് പുളിപ്പ് കുറവാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. അപ്പോൾ തൈരിൻ്റെ പുളിപ്പനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക. അപ്പോൾ 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ട് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ പൾസിൽ ഇട്ടൊന്ന് അടിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ തിളച്ച് റെഡി ആയിട്ടിരിക്കുന്ന വെള്ളരി തക്കാളി മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചെറുതായിട്ട് ചൂട് വരും വരെ ഒന്ന് ഇളക്കുക. ഇതിനിടയ്ക്ക് ഉപ്പൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ തക്കാളി തൈരൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഉപ്പ് കുറയും. സോ അതൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഉപ്പ് കുറവായിരിക്കും. അപ്പോൾ ഇതിനി നമ്മൾ എടുക്കാണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ആക്ച്വലി ഈ ഒരു പുളിശ്ശേരി ഉണ്ടെങ്കിൽ നമുക്ക് വേറെ കറിയുടെ ആവശ്യമൊന്നുമില്ല. തോരൻ വേണ്ട, അവിയൽ വേണ്ട, ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഈ ഒരു പുളിശ്ശേരി ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് നല്ലോണം കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഡു ട്രൈ ഇറ്റ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അപ്പോൾ നമ്മുടെ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറിയ രീതിയിലൊരു തിള വരുന്ന പോലെ കണ്ടില്ല, ആ ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. കൂടുതൽ കുക്കായി കഴിഞ്ഞാൽ ഇതിൻ്റെ കൺസിസ്റ്റൻസി ശരിയാവത്തില്ല. അപ്പോൾ ഫ്ലെയിം ടേൺ ഓഫ് ചെയ്ത് ക്ലോസ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.